ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. കേരളത്തിലെ ആരോഗ്യമേഖല നമ്പർ 1 ആണെന്ന് അവകാശപ്പെടുന്ന കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സ നടത്താൻ പോകുന്നതോ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരെ അവഹേളിക്കലാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് VV രാജൻ കുറ്റപ്പെടുത്തി. തകർന്നടിഞ്ഞ ആരോഗ്യ കേരളം ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP മലപ്പുറം സെൻട്രൽ ജില്ലാ കമ്മിറ്റി മലപ്പുറം താലൂക്ക് ആശുപത്രിയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ ആരോഗ്യമേഖലയ്ക്ക് അനുവദിക്കുന്ന തുക സംസ്ഥാന സർക്കാർ വകമാറ്റി ചെലവഴിക്കുകയാണെന്നും മലപ്പുറം താലൂക്ക് ആശുപത്രി വികസനത്തിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച 9.72 കോടി രൂപ ചെലവഴിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും ആ തുക ഉപയോഗിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ആശുപത്രി ഉണ്ടല്ലോ, സർക്കാർ ആശുപത്രികൾ ഇല്ലേ? എന്താണ് നിങ്ങൾ ആ കാര്യത്തെ കുറിച്ച് ചിന്തിക്കാത്തത്? എന്തിനാണ് ഈ അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നത്? ഇതിനെക്കുറിച്ച് ജനങ്ങളോട് പറയാൻ തയ്യാറാവണം. ഞങ്ങൾ പറയുന്നത് കേരളത്തിന്റെ ആരോഗ്യ മേഖല കുത്തഴിഞ്ഞിരിക്കുക. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ഫണ്ടുകൾ മുഴുവൻ വകമാറ്റി ചെലവഴിക്കുകയാണ് പ്രിയപ്പെട്ടവര്. ആശുപത്രികളുടെ വികസനത്തിന് വേണ്ടി, ആശുപത്രികൾക്ക് പുതിയ കെട്ടിടം പണിയാൻ വേണ്ടി, അവിടെ മരുന്ന് കൊണ്ടുവരാൻ വേണ്ടി എല്ലാ സംവിധാനവും കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്നുണ്ട്. 2, ഈ മുഖ്യമന്ത്രിയുടെ ചികിത്സയ്ക്ക് പറ്റിയ ആശുപത്രി കേരളത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവണം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മുഖ്യമന്ത്രിക്ക് ചികിത്സിക്കാൻ പറ്റിയ ഒരു ഒറ്റ ആശുപത്രി കേരളത്തിൽ ഇല്ലെങ്കിൽ പിന്നെ ഇതിനെ എന്തടിസ്ഥാനത്തിലാ നമ്പർ 1 കേരളം എന്ന് പറയുന്നത്? പാവപ്പെട്ട രോഗികള് സർക്കാർ ആശുപത്രികളിൽ കടന്ന് മരുന്നില്ലാതെ, ഡോക്ടർമാരില്ലാതെ, പരിചരിക്കാൻ നഴ്സുമാരില്ലാതെ മരിക്കേണ്ട സാഹചര്യം വരുമ്പോ കേരളത്തിലെ ഭരണത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി സുഖചികിത്സ നടത്തുകയാണ്. പ്രിയപ്പെട്ടവര്, നിങ്ങൾ ആലോചിക്കണോ? ഞങ്ങള് തുറന്നു പറയാൻ നിങ്ങൾ തയ്യാറാവണം. വേണ്ടേ? എന്താ മുഖ്യമന്ത്രിന്റെ അസുഖം ഒന്ന് പറയണ്ടേ? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്താണ് അസുഖമെന്ന് അറിയാനുള്ള ബാധ്യത കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അവരുടെ അവകാശമാണത്. കാരണം ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയല്ല, മറിച്ച് കേരളത്തിലെ 3.5 കോടി മലയാളികളുടെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയുടെ അസുഖം എന്താണെന്ന് ജനങ്ങളോട് പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാവണം. ഗോവിന്ദ മാഷ് തയ്യാറാവണം. എന്താ മുഖ്യമന്ത്രിയുടെ അസുഖം പറ? ഇത്രയും വലിയൊരു അസുഖം മുഖ്യമന്ത്രിക്ക് ഉണ്ടെങ്കിൽ അത് ജനങ്ങൾ അറിയണ്ടേ? എന്തിനാണ് ഈ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകുമ്പോ ദുബായ് വഴി പോകുന്നത് എന്ന് അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. എന്തിനാ ദുബായിൽ കൂടിയാണോ സാധാരണ അമേരിക്കയ്ക്ക് പോലും? ദുബായിൽ ഇറങ്ങിയിട്ട് അമേരിക്കയിലേക്ക് പോകേണ്ട കാര്യം എന്താ? അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരുമ്പോ BJP മലപ്പുറം സെൻട്രൽ ജില്ലാ പ്രസിഡന്റ് P സുബ്രഹ്മണ്യൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ K രാമചന്ദ്രൻ, PP ഗണേശൻ, B രതീഷോ, മലപ്പുറം മണ്ഡലം പ്രസിഡന്റ് ഭാഷ കോലേരി, ഷിബു അനന്തായൂർ, C സുകുമാരൻ എന്നിവർ സംസാരിച്ചു. നേരത്തെ BJP ജില്ലാ ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു. പ്രതിഷേധ പ്രകടനത്തിന് ജില്ലാ മീഡിയ കൺവീനർ മഠത്തിൽ രവി, ജില്ലാ ഭാരവാഹികളായ രാജേഷ് കോഡൂർ, ലിജോയ് പോൾ, വിജയകുമാർ കാടാമ്പുഴ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മലപ്പുറം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ. 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ. മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ.